എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഇടനാഴിയിലെ കവിത എന്ന പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 17. കരിയർ വേണോ പ്രണയം വേണോ? കോളേജ് പടികൾ ഇറങ്ങിയതോടെ മായയുടെ മുന്നിൽ 2 വഴികളാണ് തുറന്നു കിടന്നത്. 1. അച്ഛൻ ഒരുക്കി വെച്ചിരിക്കുന്ന ശോഭനമായ ഭാവി, വിദേശത്തെ ഉന്നത പഠനം, വലിയ കരിയർ, കുടുംബത്തിന്റെ അംഗീകാരം. 2. ലിയാം എന്ന അനിശ്ചിതത്വം നിറഞ്ഞ പ്രണയം, മഷിക്കറ പുരണ്ട കൈകളും ഒരു ചിത്രകാരന്റെ ദാരിദ്ര്യവും, പക്ഷേ ഹൃദയം നിറയെ സ്നേഹവും. ഈ 2 വഴികൾക്കിടയിൽ അവളുടെ മനസ്സ് ഒരു പെൻഡുലം പോലെ ആടിക്കൊണ്ടിരുന്നു. നാട്ടിലെത്തിയ മായയ്ക്ക് അച്ഛന്റെ കർക്കശമായ നോട്ടത്തിന് കീഴിലായിരുന്നു ജീവിതം. പാസ്പോർട്ടും വിസയും തയ്യാറായി കഴിഞ്ഞു. ലണ്ടനിലെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അച്ഛൻ സന്തോഷത്തിലാണ്. ബന്ധുക്കൾക്കിടയിൽ അദ്ദേഹം അഭിമാനത്തോടെ മായയുടെ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ആ വീടിന്റെ അടച്ചിട്ട മുറിക്കുള്ളിൽ മായ ശ്വാസം മുട്ടുകയായിരുന്നു. അന്ന് രാത്രി അച്ഛൻ അവളെ തന്റെ മുറിയിലേക്ക് വിളിച്ചു. മായ, നിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച നീ പോകണം. നിനക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. നിനക്ക് പഠിക്കാൻ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും. നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. മായൊന്നും മിണ്ടിയില്ല. അവൾ തന്റെ കൈവിരലുകൾ കൊണ്ട് ചുരിദാറിന്റെ അറ്റത്ത് മുറുക്കി പിടിച്ചു. അച്ഛാ, എനിക്കിപ്പോൾ പോകാൻ താല്പര്യമില്ല, അവൾ വളരെ പതുക്കെ പറഞ്ഞു. അച്ഛന്റെ മുഖം പെട്ടെന്ന് മാറി. എന്താ നീ പറഞ്ഞത്? ലക്ഷങ്ങൾ ചിലവാക്കി നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തത് നിനക്കിപ്പോൾ താല്പര്യമില്ല എന്ന് കേൾക്കാനാണോ? ആ പെയിന്റിംഗുകാരൻ ചെക്കന്റെ കൂടെ ജീവിക്കാനാണോ നിന്റെ തീരുമാനം? ഒരു ചിത്രം വിറ്റ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അവന് കഴിയില്ലെന്ന് നീ മനസ്സിലാക്കണം. അച്ഛാ, ഇത് വെറുമൊരു പ്രണയമല്ല, എന്റെ ജീവിതമാണ്. ലിയാം എന്നെ മനസ്സിലാക്കുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല, മായ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. മതി, അച്ഛൻ മേശപ്പുറത്തടിച്ചു. നിനക്ക് കരിയർ വേണോ അതോ ഈ പാഴ്പ്രേമം വേണോ എന്ന് നീ തീരുമാനിക്കണം. കരിയർ തിരഞ്ഞെടുത്താൽ നിനക്കൊരു ലോകമുണ്ട്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിക്കൊള്ളണം. ഞാൻ മരിച്ചുപോയാലും നീ എന്റെ മുഖം കാണില്ല. അച്ഛന്റെ വാക്കുകൾ മായയുടെ ഉള്ളിൽ ഒരു ആയുധം പോലെ തറച്ചു. അന്ന് രാത്രി അവൾ ലിയാമിനെ വിളിച്ചു. ശബ്ദം പുറത്തേക്ക് വരാത്ത രീതിയിൽ പുതപ്പിനുള്ളിൽ ഒളിച്ചിരുന്നാണ് അവൾ സംസാരിച്ചത്. ലിയാം, എനിക്ക് പേടിയാകുന്നു. അച്ഛൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. എനിക്ക് എന്റെ കരിയർ ഉപേക്ഷിക്കാൻ കഴിയില്ല, പക്ഷെ നിന്നെയും എനിക്ക് വേണം. ഞാൻ എന്ത് ചെയ്യണം? മറുപുറത്ത് ലിയാം ശാന്തനായിരുന്നു. അവന്റെ ശബ്ദത്തിൽ ഒരു വലിയ തിരിച്ചറിവുണ്ടായിരുന്നു. മായ, നീ വിദേശത്ത് പോകണം. നിന്റെ സ്വപ്നങ്ങൾ ലിയാം എന്ന ചെറിയ വ്യക്തിയിൽ അവസാനിക്കരുത്. നീ ഒരു വലിയ ശാസ്ത്രജ്ഞയാകുന്നത് കാണാനാണ് എനിക്കിഷ്ടം. എന്റെ പ്രണയം നിനക്കൊരു തടസ്സമാകരുത്. നീ ലണ്ടനിൽ പോയാലും അവിടെയുള്ള പരീക്ഷണശാലകളിൽ ഇരിക്കുമ്പോഴും നിന്റെ ഉള്ളിൽ ഈ ഇടനാഴിയിലെ കവിതയുണ്ടെങ്കിൽ അത് മതി എനിക്ക്. പക്ഷെ ലിയാം, വർഷങ്ങളോളം നമ്മൾ കാണില്ല. നമ്മുടെ ബന്ധം എങ്ങനെ നിലനിൽക്കും? മായ ചോദിച്ചു. ദൂരം പ്രണയത്തെ കുറയ്ക്കില്ല മായ, അത് പ്രണയത്തിന്റെ ആഴം കൂട്ടുകയേയുള്ളൂ. നീ നിന്റെ കരിയർ തിരഞ്ഞെടുക്കൂ. അത് നിന്റെ വ്യക്തിത്വമാണ്. ലിയാം നിനക്ക് വേണ്ടിയുള്ള ഒരു അഭയസ്ഥാനമായി എന്നും ഇവിടെയുണ്ടാകും. നീ മടങ്ങി വരുമ്പോൾ ഞാൻ നിന്നെ പഴയ ആ ഇടനാഴിയിൽ കാത്തു നിൽക്കും. ലിയാമിന്റെ ആ മറുപടി മായയെ അതിശയിപ്പിച്ചു. അവനെ തന്നോടൊപ്പം നിർത്താൻ അവൻ വാശി പിടിച്ചില്ല. പകരം അവളുടെ വളർച്ചയ്ക്ക് വേണ്ടി അവൻ സ്വയം മാറാൻ തയ്യാറായി. അതായിരുന്നു ലിയാമിന്റെ പ്രണയം. അടുത്ത കുറച്ച് ദിവസങ്ങൾ മായ വലിയൊരു യുദ്ധത്തിലായിരുന്നു. ഒരു വശത്ത് അച്ഛന്റെ ശാസനകൾ, മറുവശത്ത് ലിയാമിന്റെ വലിയ മനസ്സ്. ഒടുവിൽ അവൾ ഒരു തീരുമാനമെടുത്തു. അവൾ ലണ്ടനിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ അതൊരു വിട്ടുവീഴ്ചയായിരുന്നില്ല, മറിച്ച് ലിയാം തന്നിൽ വിശ്വസിച്ച ആ കരിയർ കെട്ടിപ്പടുക്കാനുള്ള യാത്രയായിരുന്നു. യാത്ര തിരിക്കുന്നതിന് തലേ ദിവസം അവൾ ലിയാമിനെ കാണാൻ രഹസ്യമായി പുറപ്പെട്ടു. അവരുടെ ആ പഴയ റെയിൽവേ ട്രാക്കിന് അരികിൽ വെച്ച് അവർ കണ്ടുമുട്ടി. ലിയാം അവൾക്കായി ഒരു ചെറിയ സമ്മാനം നൽകി, ഒരു ചെറിയ മരപ്പെട്ടി. അതിനുള്ളിൽ അവൻ വരച്ച അവരുടെ പ്രണയത്തിന്റെ എല്ലാ നിമിഷങ്ങളും അടങ്ങിയ സ്കെച്ച് ബുക്കും ഒരു കുപ്പി നീല ചായവും ഉണ്ടായിരുന്നു. നീ അവിടെ എത്തുമ്പോൾ നിനക്കെന്നെ ഓർമ്മ വരുമ്പോൾ ഈ ചായം കൊണ്ട് നിന്റെ ഡയറിയിൽ ഒരു ബിന്ദു വരയ്ക്കൂ. അത് നിന്റെയും എന്റെയും ഇടയിലുള്ള ഒരു പാലമായിരിക്കും, ലിയാം പറഞ്ഞു. മായ ലിയാമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പ്രണയം കരിയറിന് വഴിമാറിക്കൊടുക്കുകയല്ല, മറിച്ച് പ്രണയം കരിയറിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. 2 വ്യക്തികൾ തമ്മിലുള്ള അകലം മൈലുകളായി മാറുമ്പോഴും അവരുടെ ഹൃദയങ്ങൾ കൂടുതൽ അടുത്തു നിൽക്കുകയായിരുന്നു. അധ്യായം 18. ഇടനാഴിയിലെ അവസാന കവിത. ലണ്ടനിലേക്കുള്ള വിമാനം ഉയരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി. മായയുടെ വീട്ടിൽ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന്റെ തിരക്കാണ്. അച്ഛന്റെ മുഖത്ത് ഒരു വലിയ ലക്ഷ്യം നേടിയെടുത്തതിന്റെ സംതൃപ്തിയുണ്ട്. പക്ഷെ മായയുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുകയായിരുന്നു. യാത്ര തിരിക്കുന്നതിന് മുൻപ് അവൾക്ക് ഒരേയൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
തങ്ങൾ പ്രണയിച്ചു വളർന്ന ആ പഴയ കോളേജ് ഇടനാഴിയിൽ വെച്ച് ലിയാമിനെ അവസാനമായി ഒന്ന് കാണണം. അന്ന് വൈകുന്നേരം ആർക്കും പിടികൊടുക്കാതെ അവൾ കോളേജ് ക്യാമ്പസിലേക്കെത്തി. ക്ലാസുകൾ കഴിഞ്ഞ് കുട്ടികൾ പോയി തുടങ്ങിയിരുന്നു. ക്യാമ്പസ് പതുക്കെ നിശബ്ദതയിലേക്ക് വഴിമാറുകയാണ്. മായ ആ പഴയ ലൈബ്രറി ഇടനാഴിയിലേക്ക് നടന്നു. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അവർ ആദ്യമായി കണ്ടുമുട്ടിയ അതേ മഴ. ഇടനാഴിയുടെ അറ്റത്ത് ലിയാം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ നനഞ്ഞിരുന്നു. അവന്റെ കയ്യിൽ തന്റെ അവസാനത്തെ സ്കെച്ച് ബുക്കും ഒരു പഴയ പേനയുമുണ്ട്. മായയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ പ്രകാശവും ഒപ്പം സങ്കടവും മിന്നിമറഞ്ഞു. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു മായ, ലിയാം പതുക്കെ പറഞ്ഞു. മായ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ആ ഇടനാഴിയിലെ തൂണുകൾക്ക് മറവിൽ അവർ ഒന്നിച്ചു നിന്നു. മഴത്തുള്ളികൾ വരാന്തയിലേക്ക് തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു. ലിയാം, എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഈ ഇടനാഴിയും നിന്റെ ഈ ചിരിയും ഉപേക്ഷിച്ച് എനിക്ക് എങ്ങനെ അന്യമായ ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിയും? ലിയാം അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അവൻ തന്റെ സ്കെച്ച് ബുക്കിന്റെ അവസാന പേജ് തുറന്നു. അതിൽ അവൻ ഒരു കവിത എഴുതിയിരുന്നു. പക്ഷെ അത് വാക്കുകളല്ലായിരുന്നു, മറിച്ച് നിറങ്ങൾ കൊണ്ടുള്ള ഒരു വിലാപമായിരുന്നു. ആ പേജിന്റെ നടുവിൽ അവൻ തന്റെ പേന കൊണ്ട് അവസാനമായി ഒരു വരി കുറിച്ചു. നമ്മൾ പിരിയുന്നത് ദൂരങ്ങൾക്കിടയിലാണ് മായ, ഹൃദയങ്ങൾക്കിടയിലല്ല. നീ പോകുന്ന ഇടനാഴികളിൽ എന്റെ ഈ കവിത മാറ്റൊലി കൊള്ളും. ലിയാം ആ പേജ് കീറി മായയുടെ കയ്യിൽ കൊടുത്തു. ഇതാണ് എന്റെ അവസാനത്തെ കത്ത്. നീ ലണ്ടനിൽ എത്തുമ്പോൾ മാത്രം ഇത് തുറന്നു നോക്കുക. അപ്പോൾ നീ തനിച്ചല്ലെന്ന് നിനക്ക് ബോധ്യമാകും. ലിയാം, നീ എനിക്കൊരു സത്യം ചെയ്യണം, മായ വിറയലോടെ പറഞ്ഞു. ഞാനില്ലാത്ത ഈ വർഷങ്ങളിൽ നീ നിന്റെ കലയെ ഉപേക്ഷിക്കരുത്. നീ ഒരു വലിയ ചിത്രകാരനാകണം. ലോകം മുഴുവൻ നിന്റെ ചിത്രങ്ങൾ കാണണം. ഞാൻ മടങ്ങി വരുമ്പോൾ ഈ ഇടനാഴിയിൽ നിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം. ലിയാം ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ ഒരു വലിയ വേദന ഒളിഞ്ഞിരുന്നു. ഞാൻ വരയ്ക്കും മായ, പക്ഷേ എന്റെ ഓരോ ചിത്രത്തിലും നിന്റെ ഈ നിഴലുണ്ടാകും. നീയാണ് എന്റെ നിറം. ദൂരെ നിന്ന് കോളേജ് ഗേറ്റിലെ സെക്യൂരിറ്റിയുടെ വിസിൽ ശബ്ദം കേട്ടു. സമയം അവസാനിക്കുകയാണ്. മായ ലിയാമിനെ അവസാനമായി കെട്ടിപ്പിടിച്ചു. ആ നിമിഷം അവർക്ക് ചുറ്റുമുള്ള ലോകം നിശ്ചലമായി. മഴയുടെ താളവും മഷിയുടെ മണവും അവരുടെ ശ്വാസതാളവും ഒന്നു ചേർന്നു. പൊയ്ക്കോളൂ മായ, നിന്റെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറൂ. ലിയാം അവളെ പതുക്കെ അടർത്തി മാറ്റി. മായ തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു. അവൾ തിരിഞ്ഞു നോക്കിയാൽ പിന്നെ പോകാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ ആ ഇടനാഴി കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ലിയാം ആ പഴയ തൂണിൽ ചാരി നിന്ന് അവളുടെ മറയുന്ന രൂപം നോക്കി നിന്നു. അന്ന് രാത്രി വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ മായയുടെ കയ്യിൽ ലിയാം നൽകിയ ആ കടലാസ് കഷ്ണം ഉണ്ടായിരുന്നു. ആകാശത്തേക്ക് വിമാനമുയർന്നപ്പോൾ താഴെ മിന്നിത്തിളങ്ങുന്ന നഗരവിളക്കുകൾക്കിടയിൽ താൻ ഉപേക്ഷിച്ചു പോന്ന ആ പഴയ കോളേജ് ഇടനാഴിയെ അവൾ തിരഞ്ഞു. ഒരു കവിത അവസാനിക്കുകയല്ല, മറിച്ച് അതിന്റെ പുതിയൊരു വരി മറ്റൊരു ദിക്കിൽ എഴുതപ്പെടാൻ തുടങ്ങുകയായിരുന്നു. ലണ്ടനിലെ തണുപ്പിലും ലിയാമിന്റെ പ്രണയത്തിന്റെ ചൂട് തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് മായ തിരിച്ചറിഞ്ഞു. ഇടനാഴി ശൂന്യമായിരിക്കാം, പക്ഷേ അവിടെ അവരുടെ ശ്വാസവും കവിതകളും എന്നും ബാക്കിയുണ്ടാകും. വിരഹത്തിന്റെ വലിയൊരു കടൽ അവർക്കിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.